വിശിഷ്ട അതിഥികളെല്ലാവരും സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആദരപൂർവ്വം ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിക്കാം. A very good morning to all. I am Shaila Ando. A very good morning to all. I am Molly Priapos. മലയോര മേഖലയുടെ തിലകക്കുറിയായ കോടഞ്ചേരിയുടെ പൊൻതൂവലായ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളായിരുന്ന നമ്മൾ ഒത്തുചേരുന്ന ഈ സുദിനം നമുക്ക് ആഘോഷമാക്കാം. നമ്മുടെ വിശിഷ്ട അതിഥികൾ, പൂർവ്വ അധ്യാപകർ, നോൺ ടീച്ചിംഗ് സ്റ്റാഫ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാം. സന്തോഷകരമായ ഈ അസുലഭ നിമിഷങ്ങൾ നമുക്കായി ഒരുക്കിത്തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഈശ്വര പ്രാർത്ഥന ലീലാമ്മ ഫിലിപ്പ്. സച്ചിദാനന്ദരൂപമേ സൽസ്നേഹ കേദാരമേ സത്തായ മാർഗം തെളിച്ചിടുക സത്യസ്വരൂപ വിഭോ നീ സച്ചിദാനന്ദരൂപമേ ജീവിതനൗക തുഴഞ്ഞിടുവാൻ ദേവാവരമരുളൂ ഭുവനീക ശാന്തിതൻ പൂന്തെന്നൽ വീശാൻ ഭുവനീക ശാന്തിതൻ പൂന്തെന്നൽ വീശാൻ ഭുവനേശ്വര കൈതൊഴാം നീ സച്ചിദാനന്ദരൂപമേ സൽസ്നേഹ കേദാരമേ സത്തായ മാർഗം തെളിച്ചിടുക സത്യസ്വരൂപ വിഭോ നീ സച്ചിദാനന്ദരൂപമേ. അടുത്തതായി അനുശോചന പ്രമേയ അവതരണമാണ്. അതിനായി നമ്മുടെ കമ്മിറ്റി മെമ്പറും റിസപ്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനറുമായ പ്രൈൻസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഈ അനുശോചന പ്രമേയം കുറച്ച് ദീർഘമാണ്. അതുകൊണ്ട് വായിച്ച് തീർന്നു കഴിഞ്ഞ് ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് അനുശോചനം രേഖപ്പെടുത്താം. അനുശോചന പ്രമേയം തേൻകനി 1981 2025 മെയ് 1 ബാങ്ക് ഓഡിറ്റോറിയം കോടഞ്ചേരി. കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നമ്മെ വിട്ടുപോയ മുൻ അമേരിക്കൻ പ്രസിഡന്റും നോബൽ ജേതാവുമായിരുന്ന ജിമ്മി കോട്ടർ, ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്, നടി കവിയൂർ പൊന്നമ്മ, രാഷ്ട്രീയ ഇതിഹാസം MM ലോറൻസ്, വിദ്യാഭ്യാസ പരീക്ഷകൻ KJ ബേബി, മാത്യു തരകൻ,
MD വാസുദേവൻ നായർ, മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സംവിധായകൻ ശ്യാം ബനഗൽ, പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ, കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരി, തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ, ചരിത്രകാരൻ MGS നാരായണൻ തുടങ്ങിയിൽ ഓർമ്മയിലുള്ളതും അല്ലാത്തതുമായ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രതിഭകളുടെ വേർപാടിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അനിതര സാധാരണമായി അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഈ കൊച്ചു കേരളത്തിലെ നമ്മുടെ സഹജീവികളായിരുന്ന 298 പേരുടെ വിടവാങ്ങലിൽ തേൻകനിയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സർവോപരി നമ്മൾ സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മൾക്ക് വ്യക്തിപരമായ നഷ്ടങ്ങളാണ്. നാടിന്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വിട പറഞ്ഞ നമ്മുടെ സ്കൂളിലെ കായികാധ്യാപകൻ KM മത്തായി സാർ, നമ്മുടെ സഹപാഠി സരസ്വതി VNന്റെ മാതാവ്, സുജാത PR-ന്റെ ഭർത്താവ്, ആന്റണി കവിയുടെ പിതാവ്, ഷാജു പാലത്തിങ്കലിന്റെ മാതാവ്, ജെസി ജോസിന്റെ പിതാവ്, സണ്ണി തോമസിന്റെ മാതാവ്, വളയത്തിൽ ചാക്കോച്ചന്റെ മാതാവ്, മിനി NTയുടെ മാതാവ്, ആൻസി ഉന്നേലിന്റെ മാതാവ് എന്നിവരുടെ വേർപാടിൽ തേൻകനി കൂട്ടായ്മയുടെ ദുഃഖവും ആദരങ്ങളും അർപ്പിക്കുന്നു. ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് സ്വാഗതം പറയുന്നതിനായി ഡോക്ടർ പോൾ P. വർഗീസിനെ ക്ഷണിക്കുന്നു. പ്രിയരെ, ബഹുമാന്യരെ, നമ്മളെല്ലാവരും ഒന്ന് വളരെ സന്തോഷത്തിൽ ആയിരിക്കുന്ന ദിവസമാണ്. ഈ സന്തോഷത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മെയ് ദിനമാണ്, ലോകത്തൊഴിലാളി ദിനം. അവരെല്ലാവരും വിശ്രമിക്കുന്ന ദിവസമാണ്. 2, മെയ് ദിനം തേനങ്കനിക്കായി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. എന്താണ് തേൻകനി? മധുരമുള്ള ഫലങ്ങൾ വളരുന്ന, വിളയുന്ന നന്മയുടെ വലിയ വൃക്ഷമാണ് തേൻകനി എന്ന് പറയുന്നത്. ചെറുപ്പകാലങ്ങളിൽ സ്കൂൾ ജീവിതത്തിൽ നമ്മളത് നുടഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു പല ആളുകളുടെയും നാവുകളിൽ ആ മധുരം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ തേൻകനി എന്നൊരു കൂട്ടായ്മയിലൂടെ ആ മധുരം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, MD എന്ന 2 അക്ഷരങ്ങളിലൂടെ മലയാളക്കരയെ ജ്ഞാനപീഠം കയറ്റിയ ലോക പ്രശസ്തനായ എഴുത്തുകാരനാണ് MD വാസുദേവൻ നായർ. നമ്മള് 2 വാക്കുകളെ, തേൻകനി, സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1981 SLC ബാച്ചിന്റെ പ്രതീകമാക്കി മാറ്റുകയത് 2 വാക്കുകളെ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു SLC ബാച്ച് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. സമീപ സമയങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലും ദിവസങ്ങളിലൊക്കെ ആയിട്ട് തേൻകനിയുടെ ഭാരവാഹികളെ മറ്റു ഗ്രൂപ്പിലുള്ള നമ്മുടെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ വിളിച്ചു, ഭാരവാഹികളും സഹപാഠികളൊക്കെ വിളിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഏറ്റവും മികച്ച ഗ്രൂപ്പ് വേറെ ആരുമില്ല, നിങ്ങളാണ്, തേൻകനിയാണെന്ന് പലരും പറഞ്ഞത് നമുക്കെല്ലാവർക്കും അഭിമാനവും സന്തോഷവും എല്ലാം നൽകുന്നതാണ്. 2010 വരെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് 18 വയസ്സിന് പ്രായം കുറഞ്ഞ ആരും കീഴടക്കിയിട്ടില്ലായിരുന്നു. എന്തായിരുന്നു കാരണം? അത് 18 വയസ്സിന് താഴെ പ്രായമുള്ള ആർക്കും കയറാൻ പറ്റില്ല എന്ന ശക്തമായൊരു വിശ്വാസം പർവ്വത ആരോഹകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തെ വെറും 16 വയസ്സുള്ള ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരൻ അരുൺ വാജ്പേയി എന്ന യുവാവ് മാറ്റിമറിച്ചു. 2010 മെയ് 22-ന് അവര് എവറസ്റ്റ് കീഴടക്കി അദ്ദേഹം താഴെ ഇറങ്ങി വന്നു. ഇന്ത്യയിലുള്ള പ്രമുഖരായ എല്ലാ പത്രപ്രവർത്തകരും
അവിടെ ഉണ്ടായിരുന്നു, ചാനലുകളെല്ലാം ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിക്കുകയാണ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രലേഖനാണ് ആദ്യം ചോദിക്കുന്നത്, എന്തായിരുന്നു അരുണേ എവറസ്റ്റ് കിടക്കുമ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം? പുള്ളി പറയുകയാണ്, കാലാവസ്ഥയാണോ അതോ ഉയരമാണോ? പുള്ളി പറയാം, അതൊന്നുമല്ല, ഈ 29,028 അടി ഉയരം ഒന്നുമല്ല പ്രശ്നം ഉണ്ടായിരുന്നത്, എന്റെ മനസ്സിന്റെ ഉയരമായിരുന്നു. എന്റെ മനസ്സ് എന്നെ നിരന്തരം പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിനക്ക് കഴിയില്ല 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 എന്നുള്ളത്. പക്ഷേ ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് എവറസ്റ്റിനെ കീഴടക്കി. നമ്മുടെ SLC ബാച്ചുകളെല്ലാം കൂട്ടായ്മകളെല്ലാം നേരിടുന്ന പ്രശ്നവും നമ്മുടെ പല ആളുകളുടെയും ഉള്ളിലേക്കുള്ള ഉൾവിളി ഉണ്ടാകേണ്ടതിന് പകരം ഉള്ളിലേക്കുള്ള വലിയാണ്, ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് വയസ്സായി പ്രായമായി എന്നുള്ള നെഗറ്റീവ് ചിന്തകളാണ് പലരെയും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 130 പേര് ഇവിടെ രജിസ്റ്റർ ചെയ്താണ് പങ്കെടുക്കാനായിട്ട്. അതിനകത്തുള്ള 10 പേര് വിദേശത്തും കേരളത്തിന് വെളിയിലും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർ നമ്മുടെ സഹകരിക്കാതെ 120 പേര് പങ്കെടുക്കാമെന്നായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. ഇങ്ങനെയുള്ള സമയത്താണ് തേൻകനി സംഗമത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ സംഗമം നമ്മൾ നടത്തിയിരിക്കുന്നത് ഉള്ളിലേക്ക് വലിയാനുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഇനി പ്രായോഗികമായി ഒതുങ്ങിക്കൂടാം എന്നുള്ള ചിന്തകൾ മാറ്റിമറിച്ച് ഊർജം അടുത്ത 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്കുള്ള മുന്നോട്ട് നയിക്കാനുള്ള ഊർജം നിറയ്ക്കാനുള്ള വലിയൊരു സ്രോതസ്സാണ് തേൻകനി സംഗമം എന്ന് പറയുന്നത്. ലോകത്തിലെ വളരെ പ്രശസ്തനായ മാർട്ടിൻ ലൂതർ കിങ് അടിമകളുടെ വിമോചകനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാനാകുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാനാകുന്നില്ലെങ്കിൽ ഇഴയുക. നിങ്ങൾ ഏതവസ്ഥയിലായാലും നിശ്ചലമാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എനിക്കെന്റെ സഹപാഠികളോട് പറയാനുള്ള ഈ ഒരൊറ്റ വാക്കാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യങ്ങൾ കഴിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത ഓപ്ഷൻ നമ്മൾ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ നിശ്ചലമാകാൻ പാടില്ല. തേൻകനി എന്നുള്ള കൂട്ടായ്മ നിശ്ചലമാകാൻ പാടില്ല. 58, 60, 61, 63 വയസ്സ് കൂടുതൽ ആരുമില്ല, 64 ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ചെറുപ്പക്കാർ തന്നെയാണ്. പ്രായമായെന്നുള്ള ചിന്തകളെല്ലാം കഴിഞ്ഞ് ഇഴയാനൊന്നും നിൽക്കേണ്ട, ഓടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 1981 നമ്മൾ 44 വർഷം മുമ്പ് സ്കൂളിന്റെ പടി ഇറങ്ങിയതാണ്. 44 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷം തേൻകനി സംഗമത്തിലൂടെ ഒന്നിച്ചു. ഈ വർഷം അന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമായിരുന്നു, നമ്മളിലൂടെ അന്ധകാരത്തെ മാറ്റിയ അധ്യാപകരെ ഒന്ന് കാണണം, അവരുമായിട്ട് സംവദിക്കണം എന്നുള്ള ആ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കുന്നത്. ഈ സംഗമം നടത്തിയത് അതുവരെ ക്ഷണിച്ചു കൊണ്ടുവരാനും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നു നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ എന്റെ അടുത്ത കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തേൻകനി 2025 പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് തേൻകനിയുടെ അധ്യക്ഷൻ മാത്യു തേക്കിൻകാട്ടിലാണ്. നമുക്കെല്ലാവർക്കും മാത്യയെ പറ്റിയുള്ള അറിയാം. വളരെ അക്ഷോഭ്യനാണ്, സൗമ്യനാണ്, വളരെ ശാന്തനായി കഴിഞ്ഞ 1 വർഷമായിട്ട് സംഘടനയെ അദ്ദേഹം നല്ലൊരു കപ്പിത്താനെ പോലെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. തേൻകനി സംഗമത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ, തേൻകനി കൂട്ടായ്മയുടെ പേരിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി മാത്യു ടിറ്റിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായും ബഹുമാന്യനുമായ പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് സാറാണ്. സാധാരണ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന ആളുകൾ താമസിച്ച് വരുന്നത്, പക്ഷെ അദ്ദേഹം വളരെ പങ്ക്ച്വലാണ്, വളരെ നേരത്തെ എത്തി, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പ്രസിഡന്റാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രോഗ്രാം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സാധാരണയുള്ള അദ്ദേഹത്തിന് പോകാൻ മറ്റു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഉദ്ഘാടനത്തിലേക്ക് കടക്കുമെന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗവും റിപ്പോർട്ടും കാര്യങ്ങളൊന്നും കേൾക്കാൻ അദ്ദേഹത്തിന് സമയക്കുറവുള്ളതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തെ തേൻകനി കമ്മിറ്റിയുടെ പേരിൽ പൂർവ്വ അധ്യാപകരെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും പൂർവ്വ സഹപാഠികളുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസ നൽകുന്നത് നമ്മുടെ ബഹുമാന്യനായ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിജയ് തോമസ് സാറാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഒപ്പം നമ്മുടെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയുമായ ലിസി ചാക്കോ, നമ്മുടെ സഹപാഠിയായിട്ടുള്ള സിസ്റ്റർ ജോളി റോസ്, ഇവരെ സന്തോഷപൂർവ്വം ആശംസകൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ പൂർവ്വ അധ്യാപകരായിട്ട് നമ്മൾ 13 പേരെയായിരുന്നു ക്ഷണിച്ചിരുന്നത്. അതിനകത്ത് 14 പേരെ ക്ഷണിച്ചിരുന്നു, 13 പേര് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ബേബി സാറും സാറിന്റെ ടീച്ചറും ഹോസ്പിറ്റലിൽ ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും 11 പേര് എത്തുമെന്ന് ഉണ്ടായിരുന്നു. ഈ സംഗമത്തില് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ടോമി മാത്യു, വാർഷിക കണക്കുകൾ അവതരിപ്പിക്കുന്ന ഖജാൻജി VP തോമസ്, ഇനി പറയുന്ന ഷിബിച്ചൻ ഇൻവിറ്റേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഷിബിച്ചൻ മാത്യു, സബ് കമ്മിറ്റിയുടെ കൺവീനർ, ജോയിന്റ് കൺവീനർമാർ, ഭാരവാഹികൾ എല്ലാവരെയും ഈ വിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സംഗമത്തെ വളരെ അന്വർത്ഥമാക്കുന്നത്, ഇതിനെ ഏറ്റവും കൂടുതൽ ഇന്ന് ജീവനുള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ സഹപാഠികളാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ 14 ജില്ലകളിലും ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിലും 13 രാജ്യങ്ങളിലുമായിട്ടാണ് അവർ ചെതറിക്കിടക്കുന്നത്. അതിൽ നിന്നാണ് 130 പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഒരു 70ഓളം പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ സംഗമം വിജയമാക്കാൻ സാധിച്ചത് അവരുടെ നിസ്സീമമായ സഹകരണവും അവരുടെ സാമ്പത്തിക പിൻബലം കൊണ്ടാണ്. എല്ലാവരെയും തേൻകനി കമ്മിറ്റിയുടെ പേരിൽ ഊഷ്മളമായി കൃതിപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് സാറിനെ നമ്മുടെ ഗെറ്റ് ടുഗദർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി പ്രിൻസിപ്പൽ വിജയ തോമസ് സാർ. തേൻകനിയുടെ പ്രസിഡന്റ് മാത്യു. നമ്മുടെ ലിസി ചാക്കോയും നമ്മുടെ സിസ്റ്റർ ജോളി റോസും ചേർന്ന് വർഗീസും തോമസും ചേർന്ന് രണ്ടു വാക്ക് പറയുന്നതിനായി അലക്സ് തോമസിനെ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1980-81 കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 305 വിദ്യാർത്ഥികളെ ചേർത്തിണക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 2ാമത് സമ്മേളനം തേൻകനി 2025 ഒത്തുചേരൽ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ തേൻകനിയുടെ പ്രസിഡന്റ് ശ്രീ മാത്യു ടി. ഈ യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒത്തുചേരലിന്റെ സാധ്യതകളെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കാനായി നിരവധി ഒത്തുചേരലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ വിജയ് തോമസ് സാർ, എന്റെ സഹമെമ്പറും തേൻകനിയുടെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ശ്രീമതി ലിസി ചാക്കോ അവറുകൾ, അനുശോചന സന്ദേശം അത് ലോകത്തിനെ നെറുക തൊട്ട് കൂടെയുള്ളവരെ വരെ കൃത്യമായി സ്മരിക്കുവാനും അനുസ്മരിക്കുവാനും നേതൃത്വം നൽകിയ പ്രൈംസൺ കെ, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാനിരിക്കുന്ന ശ്രീ ടോമി മാത്യു, സരസമായ ഭാഷയിൽ ഇമ്പമുള്ള രീതിയിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ പോൾ പി വർഗീസ് സെക്രട്ടറി, സിസ്റ്റർ ജോളി റോസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി, വിവിധ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഫുഡ് കമ്മിറ്റി ഷാജു പാലത്തിങ്കൽ, ടോമി മാത്യു, രജിസ്ട്രേഷൻ കമ്മിറ്റി മോളി കുര്യാക്കോസ്, സരസ്വതിയൻ, ഫിനാൻസ് കമ്മിറ്റി ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞ സാമ്പത്തികമാണല്ലോ, ഷൈല ആന്റോ, തോമസ് VP, റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ലിസി ചാക്കോ, പ്രൈസൺ കെ, ഇൻവിറ്റേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഷിബിച്ചൻ മാത്യു സാർ, സാബു ജോസഫ് അവറുകൾ, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ തോമസ് VP, ജോസ് PJ, സോഷ്യൽ മീഡിയ കമ്മിറ്റി ജെയിംസ് ജോൺ, സാം ജോസഫ്, എന്റർടൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗങ്ങളായ രുക്മണി
കെ സുബൈദ കെ, മറ്റ് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും പേടിയുള്ളവരും എന്നാൽ പിന്നെ ഏറ്റവും പ്രിയങ്കരമായി മാറുന്ന പൂർവ്വ അധ്യാപകർ, സ്നേഹം നിറഞ്ഞ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആയിരിക്കുന്ന ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കർഷകൻ മുതൽ കർഷക തൊഴിലാളി മുതൽ സർക്കാരേതര മേഖലകളിൽ ജോലി ചെയ്യുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള, ഇവിടെ ആമുഖമായി ഒത്തിരിയേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. കോടഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ പ്രാരംഭ കാലഘട്ടത്തിലുള്ള പ്രഥമ ബാച്ചിന്റെ കുടുംബ സംഗമം കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. വിവിധ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇത്രയും പ്രൊഫഷണൽ മികവോടുകൂടി ഇപ്പോൾ ഓൺലൈൻ പോകുന്നു, അതിന്റെ സംഘാടകത്വത്തിലെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി ഇത്ര മികവാർന്ന രീതിയിൽ നടത്തുന്ന തേൻകനി എല്ലാ അർത്ഥത്തിലും സ്കൂളിനും ഈ നാടിനും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഈ കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രായമാകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മക്കളും കൊച്ചുമക്കളുമെല്ലാം എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മളെ വിട്ടു പോകുന്നതും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. മുൻകാലങ്ങളിൽ പരിമിതികൾക്കുള്ളിൽ ഒത്തിരിയേറെ സന്തോഷം നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ലഭിച്ചിരുന്നു. കാരണം അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്, ഉള്ളത് പങ്കുവെച്ച് കഴിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഒരാവശ്യം വന്നാൽ തൊട്ട അയൽവക്കക്കാരും കൂട്ടുകാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ഓടിയെത്തിയിരുന്ന കാലഘട്ടം മാറി മാറി ഇന്നെല്ലാം ടെക്നോളജിയാണ്. എന്തിനും ഏതിനും കയ്യിലുള്ളൊരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ ജിപേയിൽ കുറച്ച് പൈസയും ഉണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു ലോകത്തേക്ക് മാറിയപ്പോൾ ആത്മബന്ധങ്ങൾ, സൗഹൃദങ്ങളെല്ലാം അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല വീടുകളുടെയും ഒരു മതിലിനപ്പുറത്ത് താമസിക്കുന്നവരോട് വർഷത്തിൽ 1 2 അല്ലെങ്കിൽ ചുരുങ്ങിയ പ്രശ്നം മിണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മാനുഷിക ബന്ധങ്ങൾ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാലഘട്ടങ്ങളിലാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ അല്ലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഇത്തരം സംഗമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചാരം നേടുകയും അതിന്റെ സാധ്യതകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ബാധ്യതകളെല്ലാം തീർന്ന് സ്വസ്ഥമായിരിക്കുമ്പോൾ തങ്ങളുടെ സഹപാഠികളെ, ചെറുപ്പകാലത്തെ നല്ല നല്ല ഓർമ്മകളെ അയവിറക്കുവാൻ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വ്യക്തിപരമായി പറഞ്ഞ എൻ്റെ അപ്പന്റെ മരണത്തോടു കൂടി വീട്ടിലൊക്കെ ഒതുങ്ങിയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു സംഗമത്തിൽ പോയി. അതിനുശേഷം വളരെ ആക്റ്റീവായി അവർ നിരവധി പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം എൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ ആത്മസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങളെ കുറിച്ച്. ഒരേ സമയം ഇതിൽ ഒരു ത്രെട്ടുമുണ്ട്. ആവശ്യമില്ലാത്ത കൊളാപ്സുകളും കൊയിലേഷനുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ സംഗമങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിന്റെ നല്ല വശങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും ഒത്തുചേരുവാനും തിരക്കുകൾക്കിടയിലും നമുക്ക് അല്പം സംവദിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇത്തരം സംഗമങ്ങൾ നൽകുന്നു എന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ 305 പേരും 305 സ്വഭാവക്കാരാണ്, 305 സാഹചര്യങ്ങൾ കഴിയുന്നവരാണ്. അന്നേരം അവരെ ഒത്തുകൊണ്ടുപോകണമെങ്കിൽ മാത്യു ടിയെ പോലെയുള്ള നല്ല ക്ഷമയുള്ള നല്ല ശാന്തരായ ആളുകൾ വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സംഘാടക സമിതിയാണ് ഇതിന്റെ കരുത്ത്. നിങ്ങളുടെ കൂട്ടായ്മയാണ് ഇത് മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു സന്തോഷപ്രദമായ ദിനമായി തീരട്ടെ. മുൻപോട്ടും പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാകുവാൻ ഇതിൽ മുന്നിൽ ഓടുന്ന ആളുകൾക്ക് സാധിക്കട്ടെ. ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയാണ് ഏത് രാഷ്ട്രത്തിന്റെയും ഏത് നാടിന്റെയും ഏത് കുടുംബത്തിന്റെയും ശക്തി എന്ന് പറയുന്നത്. ആവശ്യക്കാരനൊരു സഹായത്തിന് ഓടിയെത്തുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്നത്. കോടഞ്ചേരി പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ വയോജന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക കുടുംബങ്ങളിലും നിങ്ങൾ തന്നെ പരിശോധിച്ചറിയാം, 1 2 പ്രായമായവർ മാത്രമുള്ള ഒരു 40നും 15നും ഇടയ്ക്ക് പ്രായമുള്ളവരാരും ഈ നാട്ടിൽ നിൽക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഖമില്ലാതെ വന്നാൽ ആശുപത്രിയിൽ കൂട്ടുനിൽക്കാൻ എനിക്ക് കൃത്യമായ പരിചയമുണ്ട്. സ്ഥിരമായി ആശുപത്രിയിലായ ഒരു ചേച്ചിക്ക് മക്കളാരും സ്ഥലത്തില്ല, ഭർത്താവ് മാത്രമേ ഉള്ളൂ. അന്നേരം അവർക്ക് ആശുപത്രിയിൽ വന്ന് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് സഹപാഠികളായി ഇത്തരം കൂട്ടായ്മയിൽ വന്ന സ്ത്രീകൾ ഓരോ ദിവസവും ഡേറ്റ് ഇട്ടുകൊണ്ട് വന്ന് സഹായിക്കുന്ന സാഹചര്യം ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ കോടഞ്ചേരിയിൽ കാണാൻ സാധിച്ചു. അന്നേരം ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഈ തേൻകനി സംഗമം ഔപചാരികത പേര് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഒഴിച്ചുകൂട്ടാനാവാത്ത മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗം, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കേണ്ടതാണ്, നിങ്ങളുടെ റിപ്പോർട്ട് കേൾക്കേണ്ടതാണ്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത കൊണ്ടാണ്. ഏവരും സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വേദി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും ഞങ്ങളുടെ സ്നേഹ ബഹുമാന ആശംസകൾ.
ഈ പരിപാടി വിജയിപ്പിക്കുവാൻ കട്ടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1000 അഭിനന്ദനങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു 15-കാരിയുടെ അല്ലെങ്കിൽ 15-കാരന്റെ മനസ്സുമായാണ് ഈ ഹാളിലേക്ക് പ്രവേശിച്ചതെന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവുമല്ലോ. നമ്മുടെ കൂട്ടായ്മയ്ക്ക് തേൻകനി എന്ന മധുരമായ പേര് നിർദ്ദേശിച്ച ജോയിന്റ് സെക്രട്ടറി ടോമി മാത്യുവിനെ റിപ്പോർട്ട് അവതരണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, സെന്റ് ജോസഫ് HSS കോടഞ്ചേരി SSLC ബാച്ച് കൂട്ടായ്മ തേൻകനി കമ്മിറ്റിയുടെ 2004-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രിയരെ, ബഹുമാന്യരെ, സഹീന്റെ താഴ്വരയിൽ തുഷാര ബിന്ദുക്കൾ പെയ്യുന്ന ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, ഇരുതുള്ളിപ്പുഴകളുടെ പരിപാലനമേറ്റ് ഭൂമികയിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും 1943 മുതൽ സംഘമായി കുടിയേറിയ മണ്ണിന്റെ മണമുള്ള കർഷകർ പൊന്നു വിളയിച്ച ഹരിതാഭമാക്കിയ നാട് നമ്മുടെ നാട് കോടഞ്ചേരി. കോടഞ്ചേരിയുടെ ആത്മീയ ഭൗതിക പുരോഗതിയുടെ ഊർജ സ്രോതസ്സായി പ്രശോഭിക്കുന്ന സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിന്റെയും രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെയും ദീർഘവീക്ഷണത്താൽ സ്ഥാപിതമായ നമ്മുടെ അഭിമാനമായ പൂർവ്വ വിദ്യാലയം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടഞ്ചേരി. നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ എല്ലാ പൂർവ്വ ഗുരുനാഥന്മാർക്കും പ്രണാമവും ആദരവും അർപ്പിച്ചുകൊണ്ട് തേൻകനി 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിന്റെ ചവിട്ടുപടികൾ 1981 നമ്മൾ അതീവ നൊമ്പരത്തോടെയാണ് ഇറങ്ങിയത്. 43 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം 2024 മെയ് 23 തേൻകനിയുടെ ആദ്യ സംഗമത്തിലൂടെ നമ്മൾ വീണ്ടും അതിന്റെ ചവിട്ടുപടികൾ കയറി. മധുരിക്കും ഓർമ്മകൾ പങ്കിട്ടു. ഇതേ വേദിയിൽ വെച്ച് സഹപാഠികൾ മാത്യു TT തേക്കുംകാട്ടിൽ പ്രസിഡന്റായും ഡോക്ടർ പോൾ P വർഗീസ് പനച്ചിപ്പറമ്പിൽ സെക്രട്ടറിയായും തോമസ് VP വെട്ടിക്കാമലയിൽ ഖജാൻജിയായിട്ടുള്ള 19 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. 30/5/2024 ചേർന്ന പ്രഥമ കമ്മിറ്റി യോഗം സാം ജോസഫിനെ ഫിനാൻസ് കോർഡിനേറ്ററായും ജെയിംസ് ജോണിനെ ടെക്നിക്കൽ കോർഡിനേറ്ററായും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. കമ്മിറ്റി മീറ്റിംഗുകൾ. പ്രസ്തുത കമ്മിറ്റി മാസത്തിൽ ഒരിക്കൽ നേരിട്ടും അത്യാവശ്യമുള്ള സമയത്ത് ഓൺലൈനായും കൂടി തേൻകനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നേരിട്ടുള്ള 9 മീറ്റിംഗുകളും ഓൺലൈനായി 14 മീറ്റിംഗുകളും നടത്തിയിട്ടുണ്ട്. ചാരിറ്റി ഫണ്ട് രൂപീകരണം. തേൻകനി 2024 സംഗമത്തിൽ പങ്കെടുത്ത സഹപാഠികളുടെ പൊതു അഭിപ്രായ പ്രകാരം നമ്മുടെ കൂട്ടായ്മയിൽ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹപാഠികൾക്ക് ചികിത്സാ സഹായവും കുടുംബസഹായവും കോടഞ്ചേരി പ്രദേശത്തെ വളരെ അർഹരായ കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും നൽകുന്നതിനായി തേൻകനി ചാരിറ്റി ഫണ്ടിന് രൂപം നൽകി. ഇതിലേക്ക് നമ്മുടെ 23 സഹപാഠികളിൽ നിന്നും 30,000 രൂപ ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. തെയ്യപ്പാറ എടക്കാട്ടിൽ കത്രീന തോമസിന് ഹൃദയവാൽവ് സർജറി ചെയ്യുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളും ഭാഗവാക്കാക്കി. ഇതിലേക്ക് 29 സഹപാഠികൾ നിറഞ്ഞ ഹൃദയത്തോടെ 34,300 രൂപ സംഭാവന ചെയ്തു. ആകെ 64,400 രൂപ ചാരിറ്റി ഫണ്ട് സമാഹരിച്ചു. ഇതിൽ നിന്നും മൂഴിയിൽ പുത്തൻ വീട്ടിൽ രാജുവിന് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 5,000 രൂപയും നമ്മുടെ ഒരു സഹപാഠിക്ക് കുടുംബസഹായമായി 10,000 രൂപയും നൽകി. കത്രീന തോമസിന്റെ സർജറിക്ക് 30,000 രൂപയുമായി ആകെ 45,000 രൂപ സാമ്പത്തിക സഹായം ചെയ്തു. വിഷമിക്കുന്നവരോടൊപ്പം നിൽക്കുവാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ബാക്കി നമ്മുടെ കമ്മിറ്റിയുടെയും പ്രത്യേകിച്ച് സിബിച്ചൻ മാത്യുവിന്റെയും പരിശ്രമ ഫലമായി നമ്മുടെ പരിപാടിയിലും UK കോടഞ്ചേരി അസോസിയേഷൻ ചെയർമാനുമായ തങ്കച്ചൻ കാഞ്ഞിരത്തിങ്കൽ സംഘടന കത്രീന ചേച്ചിക്ക് 1 ലക്ഷം രൂപ സഹായധനം നൽകിയത് നമുക്ക് അഭിമാനിക്കാം.
ബാക്കി ചാരിറ്റി ഫണ്ട് ഖജാൻജിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമാണ്. തേൻകനി വിനോദയാത്ര. നമ്മുടെ സഹപാഠികൾ ജീവിതത്തിന്റെ സായാഹ്നത്തിലൂടെയാണല്ലോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ ജീവിതയാത്രയിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും വിനോദവും സൗഹൃദവും നിറച്ച് പരസ്പര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ 48 സഹപാഠികൾ അടങ്ങുന്ന തേൻകനി ടീം ഒരു ഏകദിന വിനോദയാത്ര നടത്തി. കോടഞ്ചേരിയിൽ നിന്നും അകലാപ്പുഴ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്, കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം, കോട്ടയ്ക്കൽ അഴിമുഖം ബീച്ച്, മുച്ചുകുന്ന് ക്ഷേത്രകുളം, സർഗംകുളം എന്നീ മനോഹരമായ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നിറഞ്ഞ മനസ്സോടും സന്തോഷമുള്ള ഹൃദയത്തോടും കൂടെ തിരിച്ചെത്തി. തേൻകനി ഗ്രൂപ്പ് ഫോട്ടോ വിതരണം. 2024 മെയ് 21 തേൻകനി ആദ്യ സംഗമത്തിൽ പങ്കെടുത്ത സഹപാഠികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരുടെയും പേരുകൾ രേഖപ്പെടുത്തി ഗ്രൂപ്പിലിടുകയും ഗ്രൂപ്പ് ഫോട്ടോയുടെ ലാമിനേറ്റ് ചെയ്ത കോപ്പികൾ ഓർഡർ നൽകിയ 50 സഹപാഠികൾക്ക് നേരിട്ടും സ്പീഡ് പോസ്റ്റിലുമായി എത്തിച്ചു കൊടുത്തു. പേരെഴുതിയ ഗ്രൂപ്പ് ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ പലതവണ പോസ്റ്റ് ചെയ്തതിനാൽ ബാച്ചിലെ സഹപാഠികൾക്ക് പരസ്പരം അത് തിരിച്ചറിയുവാൻ സഹായകമായി. തേൻകനി യൂട്യൂബ് ചാനൽ തുടങ്ങി. തേൻകനി പ്രഥമ സംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനം മുതൽ സമാപനം വരെയുള്ളത് ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് 2 ഭാഗങ്ങളാക്കി തേൻകനി 1981 എന്ന പേരിൽ പുതിയതായി യൂട്യൂബ് ആരംഭിച്ച് സഹപാഠികൾക്ക് വീക്ഷിക്കുന്നതിന് അവസരമൊരുക്കി. സ്കൂൾ വായനക്കളരിക്ക് ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്തു. നമ്മുടെ സെന്റ് ജോസഫ് HSS വായനക്കളരിയിലേക്ക് ഒരു വർഷത്തേക്ക് 5 ദീപിക ദിനപത്രങ്ങൾ തേൻകനി കൂട്ടായ്മയുടെ പേരിൽ സ്പോൺസർ ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ തേൻകനി ഭാരവാഹികൾ പങ്കെടുക്കുകയും അതിന്റെ ചിലവിലേക്ക് 5000 രൂപ കൈമാറുകയും ചെയ്തു. ആദരാഞ്ജലികൾ. നമ്മുടെ കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സഹപാഠികളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ, പൂർവ്വ അധ്യാപകർ ആയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 10 വ്യക്തികൾ നമ്മോട് വിട ചൊല്ലിയിരുന്നു. പ്രസ്തുത പരതരുടെ എല്ലാം വസതികളിലും ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, സഹപാഠികൾ പോവുകയും പരേതർക്ക് ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ച് തേൻകനി കൂട്ടായ്മയുടെ പേരിൽ പുഷ്പേക്രം സമർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും തുടർന്ന് ദേവാലയത്തിലും സെമിത്തേരിയിലുമുള്ള ശുശ്രൂഷകളിൽ കഴിയുന്നവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച് എല്ലാ സഹപാഠികളെയും അതാത് സമയത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹം, വിവാഹ വാർഷികം, ജന്മദിനാശംസകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഭാരവാഹികളെ അറിയിച്ച് നമ്മൾ അറിഞ്ഞ സഹപാഠികളുടെയും അവരുടെ പങ്കാളികളുടെയും കുടുംബാംഗങ്ങളുടെയും ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹം മുതലായ വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുകയും അവർക്ക് ജന്മദിനാശംസകൾ, വിവാഹ വാർഷിക മംഗളാശംസകൾ, വിവാഹ മംഗളങ്ങൾ ഭാരവാഹികളും സഹപാഠികളും ആശംസിക്കുന്നത് ഒരു നല്ല ശീലമാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. കൂടാതെ സഹപാഠികളുടെ മക്കളുടെ വിവാഹത്തിന് ഭാരവാഹികളെ ക്ഷണിക്കുകയും ഭാരവാഹികൾ വിവാഹ ചടങ്ങുകളിലും വിരുന്നിലും പങ്കെടുത്ത് വധൂവരന്മാർക്ക് ഭാവുകൾ, ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. സൗഹൃദ സംഗമവും വിവാഹ വാർഷികാഘോഷവും. നമ്മുടെ സഹപാഠിയും തേങ്കനി കമ്മിറ്റി ഖജാൻജിയുമായ വെട്ടിക്കാമലയിൽ തോമസ് സ്റ്റെല്ല ദമ്പതികളുടെ 37ാം വിവാഹ വാർഷികത്തിന് അവരുടെ വസതിയിൽ വെച്ച് സൗഹൃദ സംഗമം നടത്തി. കേക്ക് മുറിച്ച് ജനകീയ വിരുന്നൊരുക്കി. കാലാകായിക പരിപാടികൾ നടത്തി. സഹപാഠികൾ, കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 27 പേർ അന്ന് പങ്കെടുത്ത് ദമ്പതികൾക്ക് ആയുരാരോഗ്യ സൗഖ്യ മംഗളാശംസകൾ അറിയിച്ച് സ്നേഹവും സൗഹൃദവും പങ്കുവച്ചത് കൂട്ടായ്മയ്ക്ക് പുത്തൻ ഉണർവേകി. രോഗി സന്ദർശനം. ഹോസ്പിറ്റലിലും വസതികളിലും സുഖമില്ലാതെ ചികിത്സയിലും വിശ്രമത്തിലും കഴിയുന്ന സഹപാഠികളുടെ കമ്മിറ്റി ഭാരവാഹികൾ സന്ദർശിച്ചത് സന്തോഷകരമായ അനുഭവമായിരുന്നു. പ്രൊഫൈൽ അവതരണം. 1981 SSLC പരീക്ഷയ്ക്ക് ശേഷം വേർപിരിഞ്ഞ് പിന്നീട് വീണ്ടും കാണാത്ത നിരവധി സഹപാഠികൾ അടങ്ങുന്നതാണ് തേൻകനി ഗ്രൂപ്പ്. ഓരോ സഹപാഠിക്കും സ്വന്തം തൊഴിൽ, സേവന മേഖല, പ്രവർത്തനങ്ങൾ, കർമ്മമേഖല, കുടുംബം, താമസ സ്ഥലം എന്നിവയെപ്പറ്റി പ്രതിപാദിച്ച് മറ്റു സഹപാഠികൾക്ക് ഓരോരുത്തരെയും അടുത്തറിയുന്നതിനും ഗ്രൂപ്പിനെ കൂടുതൽ സജീവമാക്കുന്നതിനുമായി 2024 ഓഗസ്റ്റ് മുതൽ പ്രൊഫൈൽ അവതരണം നടത്തി. വളരെയേറെ സഹപാഠികൾ അവരുടെ ജീവചരിത്രത്തിലേക്ക്
വെളിച്ചം വീശിയ പ്രൊഫൈൽ വളരെ നന്നായി അവതരിപ്പിച്ചു. ആകെ 71 പേർ പ്രൊഫൈൽ അവതരണത്തിൽ പങ്കെടുത്തതിനാൽ ഗ്രൂപ്പ് സജീവമായിരുന്നു. എന്റെ മറക്കാനാവാത്ത അനുഭവക്കുറിപ്പുകൾ. സഹപാഠികളുടെ സംഭവബഹുലമായ 58-60 വർഷത്തെ ജീവിതയാത്രയിൽ സംഭവിച്ച അവിസ്മരണീയമായ സാഹസിക സംഭവങ്ങൾ, നർമ്മത്തിൽ പൊതിഞ്ഞ സത്യങ്ങൾ, പറ്റിയ അമളികൾ, സാഹസികമായ രക്ഷപ്പെടൽ, അത്ഭുതകരമായ രക്ഷപ്പെടുത്തലുകൾ, അങ്ങനെ എന്റെ മറക്കാനാവാത്ത ഓർമ്മക്കുറിപ്പുകൾ എന്ന പംക്തിയിലൂടെ അവതരിപ്പിക്കുന്നതിന് സഹപാഠികൾക്ക് അവസരമൊരുക്കി. 2025 ജനുവരി 15 മുതൽ ആരംഭിച്ച പരിപാടിയിൽ 25 സഹപാഠികൾ പങ്കുചേർന്നു. ഇത് കൂട്ടായ്മയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. തേൻകനി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഗ്രൂപ്പിനെയും കൂട്ടായ്മയെയും സജീവമാക്കി നിലനിർത്തുവാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞ ഹൃദയത്തോടും തുറന്ന മനസ്സോടും പങ്കെടുത്ത അവയെ ഊഷ്മളമാക്കിയ പ്രിയ സഹപാഠികളെ പ്രത്യേകം ഓർക്കുന്നു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും മികച്ച SSLC ബാച്ചായി ഉയരുവാനും വളരുവാനും നമുക്ക് സാധിച്ചത് തേൻകനി കമ്മിറ്റിയുടെ ടീം സ്പിരിറ്റും എല്ലാ സഹപാഠികളുടെയും നിർലോഭമായ സഹായ സഹകരണവും കൊണ്ടാണ്. സുമനസ്സുകളായ എല്ലാ സഹപാഠികൾക്കും നന്മകൾ നേർന്ന ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുന്നു. തേൻകനി കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹത്തോടെ ഡോക്ടർ പോൾ പി വർഗീസ്, സെക്രട്ടറി. താങ്ക് യു ടോബി. പൂങ്കുളത്തിൽ തണുപ്പിൽ നീന്തി കുളിച്ചിടുന്നു. തെന്നൽ വന്നതും പൂലഞ്ഞുവോ.
തിങ്കളാടുന്നുണ്ട് തിങ്കൾ വന്നതും പൂവുലഞ്ഞുവോ പൂവുലഞ്ഞതും ഇളം തെന്നൽ മെല്ലെ വന്നുവോ കടങ്കഥയല്ലയോ Thank you.